ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇസ്രായേലും അതുപോലെ ഹമാസും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചാണ്. അപ്പം നിരന്തരമായി യുദ്ധം ഒരു പരിഹാരമില്ലാതെ ദിവസം യുദ്ധങ്ങളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പരിഹാരവും ഈ യുദ്ധത്തിൽ നിന്ന് ആർക്കും ഈ യുദ്ധം ഒന്ന് നിർത്തി കാണണമെന്ന് ഒരു യുദ്ധ കൊതിയന്മാർക്കുമില്ല. എല്ലാവന്മാർക്കും ഇത് കൊല വിളിക്കുകയാണ്. ഓമാര് ഒന്ന് കുട്ടികളെയും സ്ത്രീകളെയും ഒന്ന് കൊല വിളിക്കുകയല്ല. കാരണം ഈ നരാധിപന്മാർ, കാരണം ഈ നരാധിപന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് യോന്റെയൊക്കെ സ്വഭാവങ്ങൾ, ഈ യഹൂദന്മാരുടെ സ്വഭാവം ഇതാണെന്ന് മനസ്സിലായല്ലോ, ജനങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഹമാസ് അന്ന് കയറി ഈ പാലസ്തീനിലുള്ളവർ എന്തുകൊണ്ടാണ് ഈ ഹമാസിലുള്ളവർ അന്ന് കയറി ഇസ്രായേലിനെ കയറി അന്ന് ആക്രമിച്ചതിൻ്റെ കാര്യം, ഈ ഒക്ടോബർ 7 ആക്രമിച്ചതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇത് യവന്മാരുടെ സ്വഭാവം ഇപ്പം കണ്ടല്ലോ. യവന്മാർക്ക് കുട്ടികളില്ലതാ, സ്ത്രീകളെന്നില്ല. കുട്ടികളെയും സ്ത്രീകളെയും പ്രവാചകൻ അത് ഒരു യുദ്ധത്തിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുപോലെ പ്രായം ചെന്നവർ. പക്ഷേ യവന്മാർ അവരെ നോക്കിയേ കൊല്ലുകയുള്ളൂ. അപ്പം അത്രത്തോളം മൃഗീയമായ രീതിയിൽ, കാരണം അത്രത്തോളം നരാധിപന്മാർ എന്ന് മാത്രമേ യവന്മാരെ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ യവന്മാർക്ക് യുദ്ധം നിർത്തി കാണണമെന്നില്ല. അവർക്ക് കൊന്നൊടുക്കിയ ആളില്ലാ മരുഭൂമിയാക്കുമെന്ന് ഈ ബെഞ്ചമിൻ നെതന്യാഹു അന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അതാണ് നടക്കാനാണ് അവൻ കാത്തിരിക്കുന്നത്. ഒരിക്കലും അത് സാധ്യവുമല്ല, അങ്ങനെ വരില്ല. ഇപ്പോൾ ഹമാസിൻ്റെ നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നത്, അതായത് യഹിയ സിൽവാർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഇനിയിപ്പോൾ അടുത്ത യുദ്ധം ഇനി 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 ഒരു 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 സപ്പോർട്ടും ഇല്ല. കാരണം ഇതും ഇനി ഒരു സമാധാന ചർച്ചയും ഇല്ല എന്ന് യഹിയ സിൽവാർ പറഞ്ഞിട്ടുണ്ട്. ഇനി അവരെ അടുത്തതായ അക്രമം, നേരത്തെ അവരെ തെല്ലബീബിൽ തന്നെ നടന്ന, ഇസ്രായേലിൻ്റെ തെല്ലബീബിൽ തന്നെ ഒരു ബോംബ് സ്ഫോടനം നടന്നായിരുന്നു. പിന്നെ ആ ബോംബ് സ്ഫോടനം അവർ എടുത്തപ്പോഴത്തേക്കാണ് അറിയുന്നത് അത് ചാവേർ ആക്രമണം. അപ്പോൾ ഇനിയിപ്പോൾ യഹിയ സിൽവാർ പറഞ്ഞിരിക്കുന്നത് ഇനി ഇതുപോലെ ചാവേർ ആക്രമണം. കാരണം അവർ ജിഹാദികളായി അവർ ഇനി അതിന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ ഉണ്ടാവുകയില്ല. ഇസ്രായേലിൽ അതുപോലെ പാലസ്തീനിൽ ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഇസ്രായേൽ എന്നുള്ള രാജ്യം പിന്നെ ഉണ്ടാവത്തുമില്ല. കാരണം ഏതെങ്കിലും ഒരു കുട്ടി, കാരണം അത്ര നരാധിപന്മാർ, അവന്മാർ കൊന്നൊടുക്കിയ കുട്ടികൾക്ക് അവൻ്റെ ഇപ്പം തന്നെ നമ്മൾ ഇറാഖിൻ്റെ മണ്ണിൽ വെച്ച് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയില്ലേ. അപ്പോൾ അതിനുശേഷം ഇറാനും അതുപോലെ ഹൂത്തികൾ, അതുപോലെ ലെബനൻ എന്ന് പറയേണ്ട മൊത്തം വളഞ്ഞിട്ട് ഇസ്രായേലിനെ അടിക്കുകയാണ്. അതുപോലെ അതിനുശേഷം ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് ശേഷം അവർ ഇനി ഈ യുദ്ധം ഇനി തീർത്ത് കാണുക, അവർക്ക് ഇനിയിപ്പോൾ ഒരു സമാധാന ചർച്ചയും ഇല്ല എന്ന് ഹമാസ് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇപ്പോൾ യഹിയ സിൽവാർ പറഞ്ഞിരിക്കുന്നത് ഇനി ചാവേർ ആക്രമണം തന്നെയാണ്. ഓരോരുത്തരും അവരെ മണ്ണിലേക്ക് കടന്നു കയറി അതുപോലെ ചെയ്യും. അപ്പോൾ അതിലിപ്പം ഇസ്രായേൽ ഭയന്നിരിക്കുകയാണ്. അതുപോലെ അമേരിക്കൻ്റെ ആയുധങ്ങൾ കംപ്ലീറ്റ് തീർന്നിരിക്കുന്നു എന്നാണ് ഇപ്പം ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നോമ്പ് പിടിക്കാൻ നിയത്ത് വെച്ചിരിക്കുന്നതൊക്കെ അവരിപ്പം വെച്ചിരിക്കുകയാണ്. കാരണം ഇനി അങ്ങനെയാണ്. കാരണം ഒരു യുദ്ധത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ല, കാരണം യുദ്ധം വേണ്ട എന്ന് നമ്മൾ നിരന്തരമായി പറയുന്നു. കാരണം എന്നാലും ഒരു രാജ്യങ്ങൾക്കോ ഒരുത്തനും ഈ യുദ്ധ കൊതിയന്മാർക്ക് ആർക്കും ഈ യുദ്ധം നിർത്തിക്കാണണമെന്നൊരു താല്പര്യമില്ല. ഈ അമേരിക്ക എന്ന് പറയുന്ന നരാധിപൻ ഒരു ഭാഗത്തുള്ള സമാധാന ചർച്ചയ്ക്ക് വേണ്ടി ഓടി നടക്കുകയും അവൻ ആയുധങ്ങൾ കൊടുത്ത് കൊല്ലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളതാണ് ഈ അമേരിക്ക എന്നുള്ള ഈ നരാധിപൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഈ രാജ്യത്ത് നടക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ യുദ്ധം ഒന്ന് അവസാനിച്ച് കാണുവാൻ വേണ്ടിയും അവിടെ ഉള്ളവർക്ക് സമാധാനം കിട്ടുവാൻ വേണ്ടിയും ലോക ജനങ്ങൾക്ക് ഒരു സമാധാനം കിട്ടുവാൻ വേണ്ടിയുമാണ് നമ്മൾ ഈ കിടന്ന് പറയുന്നത്. എല്ലാവരും അതിനുവേണ്ടി ദുആ ചെയ്യണം. ഇനിയെങ്കിലും അവർക്കൊരു സമാധാനം കിട്ടുവാനും ഒരു നേരത്തെ പച്ചവെള്ളം നല്ലതുപോലെ കുടിക്കുവാനും അവർ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എന്തെങ്കിലും പറയാനുണ്ടോ? അതാണ് ഈ പറയുന്നത്. എപ്പോഴും അവർക്ക് നമ്മളെ ജനങ്ങൾക്ക് പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. ജനങ്ങളെ മൊത്തവും ഇത് കൊന്നൊടുക്കൂ എന്നുള്ളതിനെ കുറിച്ചാണ് പറയാം. കാരണം ഒരു നരാധിപന്മാര് ഇവന്മാരെ മനുഷ്യനായിട്ട് കണക്കൂട്ടാൻ കൊള്ളൂല, കാലന്മാര്. കാരണം പിറവനും ഇതുപോലെ ആയിരുന്നല്ലോ. പിറവൻ അവസാനം അവന് കൊടുത്ത ശിക്ഷ എന്താണ്? അത് തന്നെയാണ് ഇവനും വരാനിരിക്കുന്നത്. യഹൂദികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവനൊക്കെ ഉള്ള ഈ ശിക്ഷ എന്ന് പറയുന്നതിൻ്റെ കാര്യം
മൂസാ നബിയുടെ കാലത്ത് തവറാത്ത് നൽകി. അള്ളാഹു തവറാത്ത് നൽകിയപ്പോൾ ആ തവറാത്തിനെ ഇവന്മാർ ചവിട്ടി തേച്ച് കളഞ്ഞു. കാരണം അതുമായിട്ട് യാതൊരു അംഗീകാരവും ഇല്ലാതെ അന്ന് മുതൽ ഇവനെയൊക്കെ തെണ്ടിക്കാൻ വേണ്ടി കാലാകാലം അവനെന്നും ഒരു സ്ഥലങ്ങളിലും അടുപ്പിക്കാതെയും തെണ്ടിയും തിരിഞ്ഞും അതുപോലെ ഹിൽട്ടർ ഇവനെയൊക്കെ വധിച്ചും കൊന്നും ഇവന്റെയൊക്കെ സ്വഭാവങ്ങൾ എങ്ങനെയാണ്. അങ്ങ് ലോകത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കാനായിട്ട് അള്ളാഹു വിധിക്കപ്പെട്ടു. അവസാനം പാലസ്തീൻ്റെ മണ്ണിൽ അവരെ ഒരു ശകലം സ്ഥലം ഇവന്മാർക്ക് അഭയം കൊടുത്തു. അതായത് ഹിറ്റ്ലർ കൊന്നൊടുക്കിയതിനു ശേഷം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ വന്ന് അവരെ അതിനുശേഷം അവിടെ വന്ന് ആ പാലസ്തീൻ മണ്ണുകൾ മൊത്തവും പിടിച്ചടക്കി ഇവന്മാർ ചെയ്യാനും പറയാനുമായിട്ട് ഇനി ഒന്നുമില്ല. അവർ ഇതൊക്കെയാണ് ഈ രാജ്യത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾ. ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നിരന്തരം ജനങ്ങൾ പറയാനാണ്. അപ്പം ഈ യൗമാരെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതാണ് എന്നാണ് ഇപ്പം നമുക്ക് പറയാനുള്ളത്. എന്തായാലും പറയാനുണ്ടോ? എന്നാ ശരി. അടുത്ത